കുറച്ചുകൂടെ ഇനി മുന്നോട്ട് വരുമ്പോ നമ്മുടെ വേദാസ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിൽ ഇങ്ങനെ പറയുന്നു, യദ്ഭാവം തദ്ഭവതി, യദ്ഭാവം തദ്ഭവതി. നിങ്ങൾ ഏത് ഭാവത്തിൽ ഇരിക്കുന്നു അതിനെ നിങ്ങൾ ആകർഷിക്കുന്നു. നിങ്ങൾ ഏത് ഭാവത്തിൽ ഇരിക്കുന്നു അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സോ വി ഹാവ് ടു ചേഞ്ച് ദാറ്റ് ഭാവ. അപ്പൊ ആ ഭാവം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മാറ്റേണ്ടതായിട്ടുണ്ട്. അത് മാറ്റിയാൽ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഗുണകരമായ കാര്യങ്ങളാക്കി നമുക്ക് മാറ്റാൻ സാധിക്കുന്നു എന്നതാണ് കാര്യം. ഓക്കെ, കുറച്ചുകൂടെ മുന്നോട്ട് വരികയാണെങ്കിൽ സജീവ് നായർ എഴുതിയൊരു പുസ്തകമുണ്ട്, തഥാസ്തു. അതൊരു മൂർധാവിൽ ഇരിക്കുന്ന ഒരു ദേവനാണെന്നാണ് പറയുന്നത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ എന്താണോ പറയുന്നത്, അത് ഗ്രാൻഡ് ചെയ്യുന്നു അയാള്. നമ്മൾ ചിന്തിക്കുന്ന ഓക്കെ തഥാസ്തു, സോ ബി ഇറ്റ്. ദൈവങ്ങളെല്ലാം അങ്ങനെയാണ് നമുക്ക് വരം നൽകുന്നത്, അങ്ങനെ ആവട്ടെ, അങ്ങനെ ഭവിക്കട്ടെ. അപ്പൊ തഥാസ്തു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അതിനുശേഷം നമ്മൾ കേട്ടത്. ഇനി കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭഗവത്ഗീത, അതുപോലെ ഖുർആൻ, അതുപോലെയുള്ള ഹോളി ടെക്സ്റ്റ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആകർഷണ നിയമത്തെ കുറിച്ച് വളരെ വളരെ നല്ല കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് കുറച്ച് ഞാൻ ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. Whenever you ask in prayers, believe that you have received it. ഇത് പല ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനേഴ്സും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, വിശ്വാസത്തോടെ നിങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആരോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പോലെ വരികയാണ്. കണ്ടോ? Whenever you ask in prayer, believe that you have received it and it will be yours. ഇത് മാർക്കോസിന്റെ വചനമാണ്. അതുപോലെ ഖുർആനിൽ പറയുന്നതാണ്, therefore remember me, I will remember you. Be grateful to me and never show me ingratitude. ഇത് ഖുർആനിലെ വാക്കുകളാണ്. അവിടുന്ന് നേരെ നമ്മൾ ഭഗവത്ഗീതയിലേക്ക് വരികയാണെങ്കിൽ നമ്മളിത് പഠിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. The law of karma. As you all know, അല്ലെ? The law of karma. അല്ലെങ്കിൽ അതിനെ നമുക്ക് cause and effect. നമ്മൾ ഈ കാണുന്നതെല്ലാം ഞാൻ വിശ്വസിക്കുന്നത് ഇഫക്റ്റ് ആണെന്നാണ്. നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം ഇഫക്റ്റ് ആണ്. ഇതിന്റെ കോസ് പല ആൾക്കാരും അന്വേഷിക്കുന്നു. ഇവിടെ ഞാൻ കഴിഞ്ഞിട്ട് മിസ്സായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ കോസ് അന്വേഷിക്കുകയാണ് പല ആൾക്കാരും. അപ്പൊ അത് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട കുറച്ച് ആൾക്കാർ ഇവിടുത്തെ ചർച്ച ചെയ്തപ്പം പറഞ്ഞു, വൈ ഐ ആം ഹിയർ. സാറും ചോദിച്ചു, ഞാൻ എന്തുകൊണ്ട് ഇവിടെ വന്നു, ഇതൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു. അപ്പൊ നമ്മൾ കാണുന്നതെല്ലാം എഫക്റ്റ് ആണ്, ഇതിന്റെയൊക്കെ കോസ് പിന്നിലുണ്ട്. ഈ ഒരു യൂണിവേഴ്സിന് കൃത്യമായ ഒരു അൽഗോരിതം ഉണ്ട്, കൃത്യമായ ഒരു കണക്കുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. ആ കണക്കും പ്രകാരമാണ് ഇത് കൃത്യമായിട്ട് നടക്കുന്നത് തന്നെ. ഭഗവത്ഗീതയിലെ മഹാഭാരതത്തിലെ ഒരു കഥ ഞാനിങ്ങനെ ഇവിടെ വായിച്ചു. ധൃതരാഷ്ട്രരും ഗാന്ധാരിയും ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഗാന്ധാരി ചോദിച്ചു, എൻ്റെ 100 മക്കള് മരിച്ചു കിടക്കാണ്, ഒരാളെ പോലും എനിക്ക് നീ തന്നില്ല. ധൃതരാഷ്ട്ര അതേ ചോദ്യം ചോദിച്ചു, എനിക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ഒരു മകൻ പോലും എനിക്കില്ലാതെയായിപ്പോയി. ഭഗവാൻ ശ്രീകൃഷ്ണൻ 2 പേർക്കും മറുപടി കൊടുത്തു. ഗാന്ധാരിക്ക് കൊടുത്ത മറുപടി ഇതാണ്, അത് ഭർത്താവിന്റെ കണ്ണ് കാണാൻ വയ്യ, അതുകൊണ്ട് നിങ്ങൾ കണ്ണ് കെട്ടി വെച്ചു. അതായത് കണ്ണ് കാണാൻ പറ്റും, കണ്ണ് കെട്ടി വെച്ചിട്ട് എന്ത് ചെയ്തു, മക്കള് പോയ വഴിക്ക് അവരെ നേരായ വഴിക്ക് നയിക്കാതെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി. അങ്ങനെയുള്ള എല്ലാ അമ്മമാർക്കും ഭഗവാൻ കൊടുത്ത മറുപടി അതാണ്. അങ്ങനെ വരത്തുള്ളൂ. അദ്ദേഹത്തിന് കൊടുത്ത മറുപടി വളരെ വിചിത്രമാണ്. 50 ജന്മങ്ങൾക്ക് മുമ്പ് നിങ്ങളൊരു വേടനായിരുന്നു. ഒരു അമ്മക്കിളിയെ കൊല്ലാൻ കഴിയാത്ത വാശിയില് ആ കൂട്ടിലുണ്ടായിരുന്ന 100 കിളിക്കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊന്നുകളഞ്ഞു. 50 ജന്മങ്ങൾക്കിപ്പുറം ആ അമ്മയുടെ വേദന അദ്ദേഹം അനുഭവിക്കുകയാണ്. ദിസ് ഇസ് കർമ്മ, ദിസ് ഇസ് ലോ ഓഫ് കർമ്മ, ദിസ് ഇസ് കോസ് ആൻഡ് ഇഫക്റ്റ്. അപ്പൊ എന്ത് നടക്കുന്നതിനും പിന്നില് there is a solid reason. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എവറി ആക്ഷൻ ഹാസ് ഇറ്റ്സ് ഓൺ ഈക്വൽ ആൻഡ് റിയാക്ഷൻ. അപ്പൊ ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അതിനെന്തുണ്ടാവും? അതിന് തീർച്ചയായിട്ടും റിയാക്ഷൻ ഉണ്ടാവും. അപ്പൊ അദ്ദേഹം ചോദിച്ച മറ്റൊരു ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഈ ജന്മത്തിൽ എനിക്ക് 100 പുത്രന്മാർ ജനിച്ചു? കഴിഞ്ഞ 50 ജന്മങ്ങളായി നിങ്ങൾ ചെയ്ത പുണ്യങ്ങളുടെ ഫലമായിട്ടാണ് ഈ ജന്മത്തില് 100 മക്കളുണ്ടായത്. അപ്പോ നല്ലതിന്റെ അവശേഷിപ്പുകളായി നല്ലതും ഗുണകരമല്ലാത്തതിന്റെ തുടർച്ചയായിട്ട് ഗുണകരം അല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന്റെ കാര്യം ഇത് തന്നെയാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം
ഭാഗവതത്തിലാണെങ്കിലും മഹാഭാരതത്തിലാണെങ്കിലും ഭഗവത്ഗീതയിലാണെങ്കിലും എല്ലാത്തിലും പറയുന്നത് ലോ ഓഫ് കർമ്മ എന്ന ഒരു രീതിയിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരികയാണെങ്കിൽ ഈ വാക്ക് ഒറിജിനേറ്റ് ചെയ്തത് കണ്ടോ. അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞത്, ഈ പ്രപഞ്ച ഉൽപ്പത്തി തന്നെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ആണ്. അത് നമ്മൾ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. പക്ഷെ ഈ വാക്ക്, ഈ പർട്ടിക്കുലർ വാക്ക് എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തത്? ഓക്കെ, ഏറെക്കുറെ ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഇത്. ഈ വ്യക്തിയാണ് ദ ഗ്രേറ്റ് ഹാർമോണിയ എന്ന് പറയുന്ന പുസ്തകത്തില് അമേരിക്കൻ സ്പിരിച്വൽ ലീഡറായ ആൻഡ്രൂ ജാക്സൺ ഡേവിസ്, ഇദ്ദേഹമാണ് ഈ പുസ്തകത്തിൽ ആദ്യമായിട്ട് ഈ ഒരു വാക്ക് കൊണ്ടുവന്നത്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ വാക്ക് കൊണ്ടുവന്നത്. ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും ഇറ്റ് സ്റ്റിൽ വർക്കിംഗ്. ലോ ഓഫ് ഗ്രാവിറ്റിയെ കുറിച്ച് നമുക്ക് അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും ഇറ്റ് സ്റ്റിൽ വർക്കിംഗ്. ശരിയല്ലേ? ഇപ്പൊ എനിക്ക് ഗ്രാവിറ്റി എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ അതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.